പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ വൻ സാമ്പത്തിക തട്ടിപ്പ്. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ഇരകളായ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാബറും റിസ്വാനും മാത്രമല്ല, പേസ് ബോളർ ഷഹീൻ അഫ്രീദി ഉൾപ്പെടെ നിരവധി പാക് താരങ്ങൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. വിവിധ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഫ്രാഞ്ചൈസികളുടെ സ്പോൺസറായിട്ടുള്ള ഒരു പാക് ബിസിനസ്സുകാരൻ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. പോൺസി പദ്ധതി എന്നറിയപ്പെടുന്ന തട്ടിപ്പിലൂടെയാണ് പണം തട്ടിയിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ വ്യക്തി താരങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചു. ഇത് നിക്ഷേപം നടത്തി ലാഭത്തിൽ നിന്ന് റിട്ടേൺ നൽകുന്നതിന് പകരം പുതിയ നിക്ഷേപകർ നൽകുന്ന തുകയാണ് ലാഭവിഹിതമായി നൽകിയിരുന്നത്. പുതിയ ഫണ്ടുകളുടെ വരവ് നിൽക്കുന്ന സമയത്ത് ഈ തട്ടിപ്പ് പദ്ധതി തകർന്നു. സമാനമായ തട്ടിപ്പാണ് പാക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടും നടന്നിരിക്കുന്നത്. താരങ്ങളെല്ലാവരും വ്യക്തിപരമായി അറിയുന്ന ആളാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇയാൾ തട്ടിപ്പ് നടത്തി രാജ്യം വിടുകയായിരുന്നു. ഇതോടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പാക് താരങ്ങൾക്കും നിക്ഷേപകർക്കും ഉണ്ടായിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫക്കർ ജമാൻ, ഷദാബ് ഖാൻ തുടങ്ങി 1 ഡസനിലധികം പാക് താരങ്ങൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഒരു മുൻ ടെസ്റ്റ് ടീം നായകനും ഉണ്ടെന്നാണ് സൂചന. വലിയ തുകകളാണ് പലരും നിക്ഷേപം നടത്തിയിരിക്കുന്നത്. PSL സ്പോൺസർഷിപ്പിലൂടെ താരങ്ങൾ അറിയുന്ന ഈ ബിസിനസ്സുകാരൻ അവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. ആദ്യത്തെ മാസങ്ങളിൽ കൃത്യമായി ലാഭവിഹിതം നൽകുകയും ചെയ്തു. പിന്നീട് ഇത് നിർത്തുകയായിരുന്നു. ഇതിനുശേഷം നിക്ഷേപകരുമായുള്ള ആശയവിനിമയം നിർത്തുകയും ചെയ്തു. പല താരങ്ങളും സ്വന്തം പണം മാത്രമല്ല നിക്ഷേപിച്ചിരിക്കുന്നത്, കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചും ഇവർ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ചെറിയ തട്ടിപ്പല്ല നടന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചന. വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പ് പാക് ക്രിക്കറ്റിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ബാബർ അസമും മുഹമ്മദ് റിസ്വാനും അടുത്തിടെ BBL കളിച്ച് നിരവധി തവണ ട്രോളുകൾക്ക് ഇരയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തട്ടിപ്പ് വിവരവും പുറത്തു വന്നിരിക്കുന്നത്. 2025-26 BBL സിഡ്നി സിക്സേഴ്സ് താരമായിരുന്ന ബാബർ അസം 11 മത്സരങ്ങളിൽ നിന്ന് 103.06 സ്ട്രൈക്ക് റേറ്റിൽ 202 റൺസാണ് സ്കോർ ചെയ്തത്. പല മത്സരങ്ങളിലും ബാബറിന്റെ മെല്ലെപ്പോക്കിനെതിരെ വിമർശനങ്ങളുണ്ടായി. ഓസീസ് സൂപ്പർ താരം സ്റ്റീവ് സ്മിത്ത് ബാബറിന് സിംഗിൾ നിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഓവറിലെ അവസാന പന്തിൽ അനായാസം സിംഗിൾ എടുക്കാമായിരുന്നിട്ടും ബാബറിന് സ്ട്രൈക്ക് നൽകാതിരിക്കാൻ സ്മിത്ത് സിംഗിൾ നിഷേധിക്കുകയായിരുന്നു. സ്മിത്തിനെ പിന്തുണച്ചും എതിർത്തുമെല്ലാം പലരും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ഈ സംഭവത്തിൽ ബാബർ വളരെ നിരാശയിലാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായത്. ഇതിനുശേഷം രണ്ടുപേരും വീണ്ടും ചർച്ചാ വിഷയമായി മാറി. BBL സിഡ്നി തണ്ടേഴ്സും സിഡ്നി സിക്സേഴ്സും തമ്മിൽ നടന്ന ഡെർബി മത്സരത്തിലാണ് മറ്റൊരു കൗതുകകരമായ സംഭവവും നടന്നത്. രണ്ടുപേരും തമ്മിൽ അത്ര മികച്ച ബന്ധത്തിലല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം. സിഡ്നി തണ്ടേഴ്സിന്റെ ബാറ്റിംഗിന്റെ 16ാം ഓവറിലാണ് സംഭവം ഉണ്ടായത്. നിക് മാഡിൻസൺ ബെൻ മെനൻഡിയുടെ ഓവറിൽ ലോങ് ഓണിലേക്ക് ഒരു ഷോട്ട് കളിച്ചു. പന്ത് ബൗണ്ടറി ആകാതെ തടയാനായി ബാബറും സ്മിത്തും 2 വശത്തു നിന്നും ഓടി വന്നു. ഡൈവ് ചെയ്യാനൊരുങ്ങിയ സ്മിത്ത് ബാബർ പന്തിനോട് അടുത്തെത്തിയത് കണ്ട് തന്റെ ഓട്ടത്തിന്റെ വേഗത കുറച്ചു. എന്നാൽ സ്മിത്ത് ഡൈവ് ചെയ്യുമെന്ന ധാരണയിൽ ബാബർ പന്ത് തടയാൻ ശ്രമിച്ചുമില്ല. ഇതെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും നിർണായകമായ പ്ലേ ഓഫിന് മുമ്പ് ബാബർ അസം BBL കളി അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. സിഡ്നി സിക്സേഴ്സ് താരമായ ബാബർ ദേശീയ ഡ്യൂട്ടി കാരണം പ്ലേ ഓഫ് കളിക്കാതെ BBL വിടുകയായിരുന്നു. മുഹമ്മദ് റിസ്വാൻ 10 മത്സരങ്ങളിൽ നിന്ന് 102 സ്ട്രൈക്ക് റേറ്റിൽ 187 റൺസാണ് സ്കോർ ചെയ്തത്. റിസ്വാൻ കളിച്ച മെൽബൺ റെനഗേറ്റ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.